കാണിച്ചു തരാം. ഇന്ന് അച്ഛനുള്ളതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ്റെ കൂടെ കട്ടിലിരിക്കുന്നതാണ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ പണിക്കാർ താഴെയുണ്ട്. ഇത് കണ്ടോ സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. 2-3 ദിവസം ഇങ്ങനെ ഇരിക്കും. അലക്കാൻ വേണ്ടി 2 ബൾട്ടി മൊത്തം കാണിച്ചു തരാം. ഇത് കണ്ടോ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ചോറും കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഇരിക്കണം ഗുഡ് ബോയ് ആയിട്ട്. ഞാൻ പറഞ്ഞേ ചോറൊക്കെ കൊടുത്തിട്ട് നീ ഗുഡ് ബോയ് ആയിട്ട് ഒരിടത്ത് ഇരുന്നോ, മേലിലൊന്നും കയറി വരണ്ടാന്ന്. അതുകൊണ്ട് ഇരുന്ന പക്ഷെ മേലെ കയറി വരും കേട്ടോ. അവൻ ഗുഡ് ബോയ് ആണോ പൊന്നെ? ചേച്ചിമാരുടെ അടുത്ത് പറയാം ഗുഡ് ബോയ് ആണോ? എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ കേട്ടോ, ലോങ് വീഡിയോ ഞാനിപ്പോൾ ഒരുപാട് ഇടാറില്ല, പണിത്തിരക്കാണ്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് കണ്ടോ, ഗുഡ് മോർണിംഗ്. എണീറ്റിരുന്നു ടാറ്റ കൊടുത്ത് ഈ കൈയുണ്ട് ടാറ്റ. നല്ല ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ഇരുന്നോ, അവിടെ കിടന്നോ കേട്ടാ, അവിടെ കിടന്നോ. അച്ഛൻ്റെ കൂടെ മൊബൈൽ കണ്ട് കിടന്നോ പോന്. അമ്മ ഈ തുണിയൊക്കെ വിരിച്ചിട്ട് വരാട്ടാ. നല്ല മോനാണ് കേട്ടോ, പറഞ്ഞാൽ അതുപോലെ ഗുഡ് ബോയ് ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. അവൻ ഓടിച്ചെന്ന അച്ഛൻ്റെ അടുത്ത് ഗുഡ് ബോയ് ആയി കിടക്കുന്ന കിടപ്പ് കണ്ടോ. കിടന്നോട്ടാ. ശരി കിടന്നോ, ഗുഡ് ബോയ് ആയിട്ട് കിടന്നോ. ശരി ഗുഡ് ബോയ് ആയിട്ട് കിടന്നോ. ഓക്കെ ശരി വരട്ടെ, അല്ലെങ്കിൽ നാളെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ പുറത്തിട്ടൊക്കെ കേട്ടോ. ഇത് ഇവിടെ സ്റ്റെപ്പിൻ്റെയൊക്കെ പണിയായതുകൊണ്ട് വേണ്ട സാധനങ്ങൾ ഷൂ ട്രാക്കൊക്കെ അകത്തെടുത്ത് വച്ചിരിക്കുന്ന. ഇനി 2-3 ദിവസം ഇത് ഇവിടെ ഇരിക്കും. പെയിൻ്റ് അടിക്കുന്നു. പിന്നെ സ്റ്റെപ്പൊക്കെ മിഷ്യൻ വെച്ച് ഈ മാർബിൾ ഒന്ന് പരിഷ്കാരം ചെയ്യാം. മിഷ്യൻ വെച്ച് ഒക്കെ കറുത്ത് പോയി. ഇത് പണിക്കാരെ തന്നെ ചെയ്തു വെച്ചത്. അപ്പോൾ അത് കാരണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി റൂഫിൻ്റെ അടിയിൽ വെച്ചേക്കണം. ഇത് കണ്ടോ സാധനങ്ങളൊക്കെ വാരി വെച്ചേക്കണം. ഇതിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കും, അല്ലാത്ത സാധനങ്ങൾ കളയും. കണ്ടോ എല്ലാം മൂടി മഴക്കാറുള്ളതുകൊണ്ട് ഇനി ഇതെല്ലാം ഇവർ വാരി പുറത്തേക്ക് ഇടും. എന്നിട്ട് ഇവിടെ ഒന്ന് പോളിഷ് ചെയ്യണം. ഈ സിമെൻ്റൊക്കെ ഇവിടെ ഒന്ന് പോളിഷ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി പുറത്തേക്ക് ഇടുക ഒരു നാളെ. അത് ഉണങ്ങിയതിന് ശേഷം പിന്നെയും നമ്മൾ അകത്തേക്ക് ഇട്ടിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ, കാരണം താഴെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് ഇവിടെ വച്ചു. അപ്പോൾ അതിൽ എന്തൊക്കെ സാധനം അത്യാവശ്യമുണ്ട്, അത്യാവശ്യമുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ട്. മോൻ്റെ സിസർ എല്ലാം ഇതിൽ കട്ടായിപ്പോയി, ഇതിൽ പാക്കായിപ്പോയി. എന്നിട്ട് ഞാൻ 2ാമത് മേടിച്ചതാണ് അവൻ്റെ സാധനങ്ങളൊക്കെ, ബെൽറ്റും ഒക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, പാത്രങ്ങൾ അത് ഇതൊക്കെ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇനിയിപ്പോൾ 2 പ്രാവശ്യം വന്നില്ല. ഇനി ഇത് മെഷീൻ കൊണ്ട് ഒന്ന് ഇത് വാഷ് ചെയ്തതിന് ശേഷം, മെഷീൻ കൊണ്ട് ഇതൊക്കെ ടൈൽസ് വാഷ് ചെയ്തതിന് ശേഷം ഇനി മേസ്ത്രിമാർ ഇവിടെയൊക്കെ അടിക്കാനൊക്കെ വരുള്ളൂ. അങ്ങനെയാണ്. താഴെ 3 മേസ്ത്രിമാരുണ്ട്, തടിയൊക്കെ നെറ്റ് വെക്കേണ്ട ഇതൊക്കെ അടിക്കുന്നു. അങ്ങനെ കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രം ഇടുന്നു. അലക്കാൻ വന്നിരിക്കണം. ഇന്ന് അലക്കിയില്ലെങ്കിൽ ഈ പണിക്കാർ വന്നാൽ ടെറസിൻ്റെ മുകളിൽ പിടിച്ച് ഉണക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അവനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നതാണ് കേട്ടോ. പാവം ഡാഡി പുറത്ത്, ഡാഡി 2-3 ദിവസം ഉള്ളതുകൊണ്ട് അത് പുറത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ പറയാണ് കേട്ടോ. അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, റൂമിലാണ് റൂമിൽ, ബാത്റൂമിൽ പോയാൽ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കൽ, അടിയിൽ കൂടെ. ഇതൊക്കെയാണ് സ്വഭാവം. അതിന് പേടി ഞാൻ നാട്ടിൽ വിട്ടിട്ട് പോകുമെന്ന് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് വീട്ടിൽ പണി തുടങ്ങുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം പണികളൊക്കെ. ഇപ്പോൾ സ്റ്റെപ്പിൽ സ്ലൈഡിങ് ഒക്കെ ഇന്നലെ വച്ചു കഴിഞ്ഞു. ഇന്നലത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പണികളൊന്നും തുടങ്ങിയിട്ടില്ല, പിന്നെയും പണികളൊക്കെ തുടങ്ങി. അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ ഇച്ചിരി എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ ഇടാൻ ഡെയിലി. അതുപോലെ ഇവനെ പണിക്കാർ താഴെ മുകളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവന് മോളും താഴെയൊക്കെ പോകാൻ അച്ഛൻ നിന്ന് അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകാം, അല്ലാതെ കൊണ്ടുപോകാനും പറ്റില്ല. അവർക്കൊക്കെ പേടിയേ. കാണിച്ചു തരാം. ഇതൊക്കെ സ്ലൈഡിങ് ഇന്നലെ വെക്കണമായിരുന്നു. മെനിയാത്ത വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ടായി കേട്ടോ. അതിൽ പണികളൊന്നും നടന്നില്ല, ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം പണികളൊക്കെ. അപ്പോൾ അത് കാരണം ഇവന് പുറത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി ഫ്രീഡം കുറവാണ്. ഞാനിവിടെ അടുക്കളയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരില്ലേ, അവർക്ക് വേണ്ടിയാണ്. ഇന്നലെ
ഇതൊക്കെ പിടിപ്പിക്കണമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പിടിപ്പിക്കുന്നതായിരുന്നു. അപ്പം അത് വേണം, അത് പിടിപ്പിച്ചു. അപ്പം ഇന്ന് താഴെ 2-3 പണിക്കാർ വന്നു, ഇനിയിപ്പോൾ വരും. ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ ഞാൻ താമസിക്കാൻ. ഇതൊക്കെ കണ്ടു, ഒക്കെ ഇതായിരുന്നു പണിയൊക്കെ. കൂടെ തന്നെ അപ്പോൾ ഇനി പുറത്തെ പണി ഒരു കോട്ടും കൂടെ അടിക്കാനൊക്കെ ഉണ്ട്. പെയിൻറ്റ് മേസ്തിരി, പോളിഷ് മേസ്തിരി വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു കേട്ടോ. അവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. മര്യാദക്കാരനാട്ടോ, പറഞ്ഞാൽ കേൾക്കും. വന്നിട്ടുണ്ട് പണിക്കാരൊക്കെ. പണിക്കാർ കുറച്ച് വന്നിട്ടുണ്ട്, കുറച്ച് വന്നിട്ടില്ല. ഇന്ന് പണിയുന്നു 2 പേര് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്രില്ല് പിടിപ്പിക്കും കേട്ടോ. അപ്പം അതിനുള്ള ആൾക്കാരൊക്കെ വരും. ആ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ഇടണ്ടേ, സമയം വൈകും. ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഒന്ന് ലൈക്കും എല്ലാം ചെയ്യുക കേട്ടോ, ഷെയറൊക്കെ ചെയ്യുക. ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ്. നാളെ ഒരു നല്ല